പരീക്ക ഞാൻ ഇതുവരെ ചെലവാക്കിയ പൈസ ഇല്ലേ അതൊന്നും എന്റെ വാസോട്ടന്റെ പൈസയല്ല. ഓനും പറഞ്ഞു അപ്പൊ എവിടുന്ന് ഈ പൈസ? ആളിയന്റെ പൈസ. ആളിയന്റെ പൈസ ഞാനിവക്ക് മാക്സി ഒക്കെ വാങ്ങിക്കൊടുത്തില്ലേ, അതൊക്കെ അണ്ണന്റെ പൈസ ആയിരുന്നു. അപ്പൊ ഈ ചോദിക്കാതെയാണോ ഈ കായൊക്കെ എടുത്തിട്ട് വന്ന്? ഞാൻ വാസേട്ടന്റെ പൈസ വെച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പൊ കൊറേ പൈസ ഉണ്ടാവും വിചാരിച്ച്. പ്രശ്നമൊന്നുമില്ല. എന്താ മൂപ്പര് പറഞ്ഞേ? അണ്ണന് ഒരു കുഴപ്പമില്ല അല്ലേ? അവന് പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞേ ഏതായാലും ഇപ്പൊ ഇവൾക്ക് വേണ്ടിട്ട് വേറെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, എന്നാ പിന്നെ ഏതായാലും അവളങ്ങ് ചെലവാക്കി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ലാന്ന്. പിന്നെ പറഞ്ഞേ ഇവളതിന്റെ ഇടയ്ക്ക് തട്ടി അതേ കുട്ടിക്ക് പിന്നെ ഫീസ് കൊടുക്കാനൊക്കെ ഉള്ള പൈസ കൂടി വേണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ എന്തിനാ വെറുതെ അളിയനോട് ചോദിക്കണേ, ഞാൻ തരില്ല എന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ, ആക്കെ പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2000 രൂപ പിന്നെയും കൊടുക്കും. നമ്മളൊന്നും വിചാരിക്കണ മാരല്ല, അതൊക്കെ ഓന്റെ വിഷമം കൊണ്ടൊക്കെ അങ്ങനെ പറയണതാവേ. കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ ഇഷ്ടാണ്ടാവും അങ്ങനെയൊക്കെ കാണിക്കണതേ. ഇപ്പൊ കുറച്ച് കായ് കിട്ടിയില്ല, അതിന്റെ സന്തോഷം. പറയണ പോലെ അത്രക്ക് നല്ല ആളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതല്ല, അതോ ഓന്റെ ദാരിദ്ര്യം കൊണ്ട് കാണിക്കണതാവും അങ്ങനെയൊക്കെ. ഇടക്കിടക്ക് വാസുട്ടേട്ടൻ എടുക്കുന്ന പൈസ. ഞാനേ ഇന്നലെ ഈ ഓട്ടോയിലാണ് ഓട്ടം പോയത്. അപ്പൊ എന്റെ ഒരു 10,000 രൂപ ഞാൻ ഈ ഓട്ടോയിൽ വെച്ച് മറന്നിട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഓട്ടോയിൽ അന്വേഷിച്ചവൻ പറഞ്ഞു അതിനുശേഷം ഈ വീട്ടിലാണ് ഓട്ടം വന്നതെന്നാണ് പറഞ്ഞത്. സേവ് ചെയ്ത് 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മടക്കി തന്നാൽ വലിയ ഉപകാരം. അതെ 10,000 രൂപ അവിടെ കിട്ടിയിട്ടുണ്ട്. അഡ്മിഷനുള്ള കാശാണ്. പക്ഷെ വേറൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതിപ്പോ ആളാരാന്ന് അറിയാതെ വേറൊരാളിപ്പോ പൈസ വാങ്ങിച്ച് പോയി വിടുന്നു. എന്ത് ചെയ്യും? കഴുതേനോട് വിളിക്കാൻ ഒരു ബഹളത്തിന് ഇപ്പൊ നിൽക്കരുത്. അല്ലാതെ പിന്നെ എങ്ങനെയാണോ വളരെ മാന്യായിട്ട് വിളിക്കാം, നമുക്ക് കാര്യം നടക്കണ്ടേ? ഇവിടെ വന്നിട്ട് ബാക്കി നമുക്ക് പറയാം. വളരെ മാന്യായിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇത് പോയിട്ടില്ലെങ്കിൽ പോകണ്ട, അവിടുന്ന് കാറ് കോയമ്പത്തൂർക്ക് പോണ്ട് വേഗം ഇങ്ങോട്ട് വരാൻ പറയും. പറഞ്ഞാൽ എത്തിണ്ടാവില്ല, സ്റ്റാൻഡിലേക്ക് എത്തിണ്ടാവില്ല. ഹലോ ഹലോ അളിയാ നീ എവിടെ എത്തി? ബസ് കിട്ടിയില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാളിയാ, ഇവിടുന്ന് ഒരു കാറ് കോയമ്പത്തൂർക്ക് പോകണുണ്ട്, ആ കാറിലാണ് പോവാ കേട്ടോ. പിന്നെ 5000 രൂപയിലെ നിന്റെ കയ്യിലുള്ളൂ. ഞാൻ ഇപ്പൊ പരീക്കുട്ടിനെ കണ്ടപ്പോ പരീക്കുട്ടി എനിക്കൊരു 5000 രൂപ തരാനുണ്ട്. അപ്പൊ ആ 5000 രൂപ പരീക്കുട്ടി ഇപ്പൊ തന്നു. അപ്പൊ ആ 5000 കൂടെ നിനക്ക് അങ്ങോട്ട് തരാം. അങ്ങനെ 10,000 രൂപ നീ നിന്റെ പൈസ ഉണ്ടല്ലോ അത് നീ കയ്യിൽ വെച്ചിട്ട് പൊക്കോ, അതാ നല്ലത്. വേഗം വാ 10 മിനിറ്റ്. അതെ 10 മിനിറ്റ് ഉള്ളൂ, 10 മിനിറ്റ്. ആയിക്കോട്ടെ വേഗം വാ. അതെ ഇപ്പോഴും വരാം, 10 മിനിറ്റിനുള്ളിൽ വരാം ചേട്ടാ. ഒന്നും വിചാരിക്കരുത്, ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ പൈസ തരും കേട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആളത്ര ശരിയില്ല.